സർ, എൻ്റെ മണ്ഡലമായ കാപ്പാട് കടൽത്തീരം 2021 വലിയ രീതിയിലേക്ക് തകർന്നു പോയിട്ടുണ്ട് സർ. 2021 കടൽക്ഷോഭത്തിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള കടൽക്ഷോഭത്തിൽ അതിഭീകരമായി വീണ്ടും ആ ഭാഗങ്ങളിലെല്ലാം തന്നെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികൾക്ക് ഹാർബറുമായിട്ട് ബന്ധപ്പെടാൻ പറ്റാത്ത ഒരു പ്രയാസങ്ങളുണ്ട്. ഇപ്പുറം കാപ്പാട് ടൂറിസ്റ്റ് മേഖലയാണ്. അവിടെ നൂറുകണക്കിന് ആളുകളാണ് സർ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. വാഹനത്തിൽ പോയിട്ട് നടക്കാൻ പോലും പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. 2021 ഇത് ഹോട്ട്സ്പോട്ടുകളിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് കാപ്പാട്. ആ കാപ്പാട് NCCR വന്ന് ശാസ്ത്രീയമായ പഠനം നടത്തി ഡിസൈൻ തയ്യാറാക്കിയിട്ട് തന്നിട്ടുണ്ട് സർ. പക്ഷേ ഇതുവരെ ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടില്ല. വീണ്ടും വന്നിട്ടുള്ള കടലാക്രമണം വല്ലാത്ത രീതിയിലാണ് സർ ബാധിച്ചിട്ടുള്ളത്. ഇതിന് ഏതെങ്കിലും രീതിയിൽ പരിഹാരം വളരെ പെട്ടെന്ന് തന്നെ കാണണം സർ. സർ, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഞാനും ആ പ്രദേശം സന്ദർശിച്ചിട്ടുണ്ട്. നമുക്ക് ഹോട്ട്സ്പോട്ടിൽപ്പെട്ട ഏരിയയുമാണ്. എന്നാൽ അവിടെ ഉൾപ്പെടെയുള്ള 4 പ്രദേശങ്ങളിലെ ഹോട്ട്സ്പോട്ടിൻ്റെ റിപ്പോർട്ടുകൾ നമുക്ക് NCCR പഠനം നടത്തിയതിൻ്റെ ഭാഗമായി ലഭിക്കാനായിട്ടുണ്ട്. എന്നാൽ ഈ പറഞ്ഞ പ്രദേശത്ത് കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, തീരപ്രദേശങ്ങളിൽ കടൽക്ഷോഭം മൂലം തീരദേശത്ത് റോഡ് തകർന്ന് വലിയ ഗർത്തം രൂപപ്പെട്ടിരിക്കുക. അത് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഹോട്ട്സ്പോട്ടിൽപ്പെട്ട ഏരിയ ആണെങ്കിൽ പോലും അത് നവീകരിക്കുന്നതിനായി 6 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയിട്ടുണ്ട്.